ഈ പുസ്തക പ്രകാശന കർമ്മത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീ വി.പി. പുരുഷോത്തമൻ രചിച്ച പ്ലാറ്റോ ഒരു പഠനം എന്ന ഗ്രന്ഥമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. സാംസ്കാരിക വകുപ്പിൻ്റെ ബഹുമാന്യായ സെക്രട്ടറി ശ്രീമതി മിനി ആൻ്റണി IAS ആണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുൻ അസിസ്റ്റൻ്റ് എഡിറ്ററും അസിസ്റ്റൻ്റ് ഡയറക്ടറായ ശ്രീ C. അശോകൻ, അദ്ദേഹം എഴുത്തുകാരനും നിരൂപകനുമാണ്. അദ്ദേഹമാണ് പുസ്തകം സ്വീകരിക്കുന്നത്. ഇവരെ രണ്ടുപേരെയും ഞാൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് ഔപചാരികമായി അധ്യക്ഷം വഹിക്കുന്നത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ഡോക്ടർ സത്യൻ M. സാറാണ്. സാറിനെ ഞാൻ ഔപചാരികമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ സാന്നിധ്യം അറിയിച്ചിട്ടുള്ളത് പ്രശസ്ത കവിയും എഴുത്തുകാരനുമായ ശ്രീ നാലപ്പാടൻ പത്മനാഭൻ, ഷൂജ KS എന്നിവരാണ്. അവരെ രണ്ടുപേരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പരിപാടിക്ക് ഔദ്യോഗികമായി നന്ദി പറയുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ച് ഓഫീസറായ ശ്രീമതി അമ്പിളി TK ആണ്. അമ്പിളിയെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ നിയമസഭയിൽ വെച്ച് പ്രകാശനം ചെയ്യുന്നതിൻ്റെ 5ാമത്തെ പുസ്തകമാണിത്. 14 പുസ്തകങ്ങൾ നമ്മൾ ഈ വേദിയിൽ പ്രകാശനം ചെയ്യുന്നു. ഇന്ന് പ്രകാശനം ചെയ്യുന്നത് പ്ലാറ്റോ ഒരു പഠനം എന്ന പുസ്തകമാണ്. നിർഭാഗ്യവശാൽ ഇതിൻ്റെ ഗ്രന്ഥകർത്താവിന് വി.പി. പുരുഷോത്തമനാണ്. അദ്ദേഹത്തിന് എത്തിച്ചേരാൻ പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി മിനി ആൻ്റണി മാഡമാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. അത് ഏറ്റുവാങ്ങുന്നത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എപ്പോഴും വീട്ടുകാരൻ എന്ന് തന്നെ പറയാവുന്ന അശോകനാണ്. പുകാസയുടെ ജില്ലാ സെക്രട്ടറിയാണ്. രണ്ടുപേരെയും ആൻ്റണി മാഡത്തെ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനും C. അശോകനെ അത് ഏറ്റുവാങ്ങുന്നതിനും ക്ഷണിക്കുന്നു. ആൻ്റണി മാഡം നമ്മോട് സംസാരിക്കും. ബഹുമാന്യനായ അധ്യക്ഷനും പുസ്തകം ഏറ്റുവാങ്ങിയ ബഹുമാന്യ സുഹൃത്തിനും നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ഒരു പുസ്തകം ഏറ്റുവാങ്ങുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പുസ്തകം പ്രകാശനം ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം അതിലുണ്ട്. ആ പുസ്തകത്തെ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന ആശയങ്ങളെ ഉൾക്കൊള്ളുകയോ കൈമാറുകയോ ചെയ്യുക എന്ന് പറയുന്നതാണ് ശരിക്കും ഒരു പുസ്തക പ്രകാശനവും പുസ്തക ഏറ്റുവാങ്ങലും എന്ന് പറയുന്നത്. ബുദ്ധിപരമായി ആലോചിച്ചാൽ സാങ്കേതികമായ ശരി അതാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ശ്രമം ഈ പുസ്തകം വായിച്ചു നോക്കാൻ നടത്തിയപ്പോൾ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ വളരെ ചുരുക്കി ഈ ഒരു വേദിയുടെ സമയനിഷ്ഠയെ മാനിച്ചുകൊണ്ട് പറയാമെന്ന് വിചാരിക്കുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഈ ഗ്രന്ഥകർത്താവിനെക്കുറിച്ച് വായിച്ചപ്പോഴും എനിക്കതൊരു കൗതുകമുണർത്തിയ ഒരു കാര്യമുണ്ട്. ദീർഘകാലം ട്രഷറി വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്ന, ആ രീതിയിൽ വളരെ നമുക്കറിയാം അങ്ങേയറ്റം അകാൽപ്പനികമായ സാഹചര്യത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു വിഭാഗം ഉദ്യോഗസ്ഥരെന്ന് തന്നെ പറയാം. ട്രഷറി വകുപ്പിലെ ഉദ്യോഗസ്ഥർ നിരന്തരമായിട്ട് നമ്മുടെ ബില്ലുകളും നമ്മുടെ ആവശ്യങ്ങളും കൊണ്ട് അവരുടെ മുന്നിലേക്ക് എത്തുകയും സർക്കാരിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവയെ സാധിച്ചു തരാനുള്ള ശ്രമം നടത്തുകയും ഇതിൻ്റെ ഇടയിൽ വരുന്ന എല്ലാ ശത്രുതയെയും ഏറ്റുവാങ്ങുകയും ചെയ്യേണ്ടി വരുന്ന വളരെ ഒരു മാനസിക സംഘർഷം ഉളവാകുന്ന അന്തരീക്ഷത്തിൽ ജോലി ചെയ്ത് വലിയ കാലം ട്രഷറി വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്ന് വിരമിച്ച ഒരാൾ ആലപ്പുഴ ജില്ലക്കാരനാണ്. അതിലും എനിക്കൊരു സന്തോഷം തോന്നി. കാരണം എൻ്റെ ജില്ല ആലപ്പുഴ ആയതുകൊണ്ട്
ട്രഷറി ഓഫീസറായിട്ട് 97 വിരമിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഡോക്ടർ സത്യൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഈ ഗ്രന്ഥത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്ത് റിപ്പബ്ലിക് പോലെയുള്ള പ്ലേറ്റോ കൃതികളുടെ വിശകലനത്തെക്കുറിച്ചും മറ്റും പറഞ്ഞിട്ട് റിപ്പബ്ലിക്കും നിയമങ്ങളും പ്രശസ്തങ്ങളായ 2 കൃതികൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി പരിഭാഷപ്പെടുത്തിയ വിവർത്തകനാണ്. അപ്പോൾ ഒരു വലിയ ഉത്തരവാദിത്വം ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി നിർവഹിച്ച ഒരു വലിയ തപസ്യ പോലെ ആ ജോലി ചെയ്ത ഒരാളാണ് ഈ കൃതി എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഉത്തരവാദിത്വം കൂടി ആയി വരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കൃതി പ്രകാശനം ചെയ്യുക എന്നുള്ളത്. ചില കാര്യങ്ങൾ വളരെ രസകരമായ ചില അഭിപ്രായങ്ങളും ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ വളരെ പെട്ടെന്ന് വായിച്ചു പോയപ്പോൾ കണ്ടു. രാഷ്ട്രീയക്കാരെയും നിയമത്തെയും കീഴ്വഴക്കങ്ങളെയും എല്ലാം വിശദമായി പഠിച്ച് ഞാൻ വളർന്നപ്പോൾ ശരിയായൊരു ഭരണം കുറേ കൂടി ദുഷ്കരമാണെന്ന് തോന്നി. നമുക്കെല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് അത്. പ്ലാറ്റോയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ചിന്താശക്തിയുള്ള ഏതൊരു മനുഷ്യനും തോന്നുന്ന, ഭരണത്തെക്കുറിച്ച് തോന്നുന്ന ആത്യന്തികമായ ഒരു കണ്ടെത്തൽ, ശരിയായ തത്വചിന്തയിലാണ് വ്യക്തിക്കും സമൂഹത്തിനുമുള്ള നീതിയുടെ സ്ഥാനം നിലകൊള്ളുന്നത്. ശരിയായ തത്വചിന്തകൻ രാഷ്ട്രീയാധികാരം കൈയാളുകയോ രാഷ്ട്രീയാധികാരികൾ ശരിയായ തത്വചിന്തകരാകുക എന്ന മഹാത്ഭുതം സംഭവിക്കുകയോ ചെയ്യുന്നത് വരെ ഈ യാതനകളിൽ നിന്ന് സമൂഹത്തിന് മോചനമില്ല. പൊളിറ്റിക്സിനെ കുറിച്ചുള്ള വളരെ 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 ഷാർപ്പായിട്ടുള്ള ഒരു ഒബ്സർവേഷനാണ് അത്. അങ്ങനെ തന്നെ എടുത്ത് എഴുതാൻ ഗ്രന്ഥകർത്താവ് ശ്രദ്ധ കാണിച്ചിട്ടുണ്ട്. ആഥൻസിൽ അക്കാഡമി സ്ഥാപിക്കുന്ന 386 സ്ഥാപിച്ച് AD 529 ജസ്റ്റീനിയൻ അത് അടച്ചു പൂട്ടുന്നത് വരെ വലിയ ധാർമ്മിക ചിന്തകളുടെ, ദൈക്ഷണിക ചിന്തകളുടെ, രാഷ്ട്രീയ ചിന്തകളുടെ ഒരു പഠനശാലയായി നിന്ന ആ സ്ഥാപനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വിശദമായി പറയുന്നുണ്ട്. അതുപോലെ മുന്നോട്ട് പോകുമ്പോൾ അക്കാഡമിയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം വിശദീകരണങ്ങളെക്കാൾ ആദർശങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു റിപ്പബ്ലിക്കിൽ അതിൻ്റെ ആ ഒരു ഘടനയെക്കുറിച്ച് പറഞ്ഞിട്ട് അക്കാഡമിയുടെ ലക്ഷ്യം തന്നെ തത്വജ്ഞാനിയായ രാഷ്ട്രീയ നേതാവിനെ പരിശീലിപ്പിക്കുക. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു ചിന്തയിൽ നിന്ന് എഴുത്തുകാരൻ വിടുന്നില്ല, പ്ലാറ്റോയും വിട്ടിരുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. തത്വജ്ഞാനികളുടെ വിദ്യാഭ്യാസം രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ടതാകുന്നു. അത് അവരെ ശരിയായി വിദ്യാഭ്യാസം ചെയ്യിക്കുകയും എന്നിട്ട് അധികാരം നൽകുകയും ചെയ്യുക. അപ്പോൾ രാഷ്ട്രീയത്തിൽ, ജനാധിപത്യത്തിൽ രാഷ്ട്രീയം വളരെ പ്രധാനമാണ്. രാഷ്ട്രീയത്തിലൂടെയാണ് നയങ്ങളും നിയമങ്ങളും ഉണ്ടാകുന്നത്. ആ നയരൂപീകരണത്തിൽ, നിയമങ്ങളുടെ രൂപീകരണത്തിൽ പങ്കാളിയാകുന്നയാൾ ആദ്യം തത്വജ്ഞാനിയായിട്ട് വളരണം, അതിനുള്ള പരിശീലനം നൽകണമെന്നുള്ള ഒട്ടും പ്രിയമല്ലാത്ത ഒരു യാഥാർത്ഥ്യത്തെ അല്ലെങ്കിൽ ഒരു ആവശ്യത്തെ വീണ്ടും വീണ്ടും മുന്നോട്ട് വയ്ക്കുകയാണ് പുസ്തകം. അതുപോലെ പ്ലേറ്റോയുടെ ഒരു വിദ്യാഭ്യാസ വീക്ഷണത്തെക്കുറിച്ചും പറയുന്നത് ശ്രദ്ധിക്കപ്പെട്ടു. മനസ്സിൻ്റെ കണ്ണിനെ വെളിച്ചത്തിലേക്ക് തിരിക്കുക എന്നതാണ് വിദ്യാഭ്യാസം. അതുകൊണ്ട് ഓർമ്മിച്ചിരിക്കേണ്ടതെല്ലാം മനസ്സിലേക്ക് എത്തിക്കുകയല്ല, മനസ്സിലാക്കുക അല്ലെങ്കിൽ ഒരു ചാക്കിലാക്കുക എന്ന് പറയുന്നത് പോലെ മനസ്സിലാക്കുകയല്ല, മറിച്ച് വിദ്യാഭ്യാസം എന്നത് മനസ്സിൻ്റെ കണ്ണിലെ വെളിച്ചത്തിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുക എന്നാണ്. പിന്നെ രചനകളെക്കുറിച്ച് 25 രചനകളെക്കുറിച്ചും ചെറുതായി പരാമർശിച്ചു പോകുന്നുണ്ട്. അങ്ങനെ പ്ലേറ്റോ എന്ന് പറയുന്ന നൂറ്റാണ്ടുകളെ സ്വാധീനിച്ച അതിബൃഹത്തായ ഒരു ശിഷ്യ സമൂഹത്തെ ഇന്നും സമ്പാദിച്ചുകൊണ്ടേയിരിക്കുന്ന, ഒരിക്കലും പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഒരു ചിന്തകനെ, ഒരു അധ്യാപകനെ, ഒരു തത്വചിന്തകനെ, ഒരു രാഷ്ട്രീയ മീമാംസാകാരനെ എല്ലാം വളരെ ലളിതമായ ഭാഷയിൽ വലിയ ഒരു ഉത്തരവാദിത്വത്തോടെ പരിചയപ്പെടുത്താനുള്ള ഒരു ശ്രമകരമായ ശ്രമം എന്ന നിലയിൽ. കാരണം അത്ര എളുപ്പമല്ല. പ്ലാറ്റോ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൂറ്റാണ്ടുകളെ സ്വാധീനിച്ച ഒരു വലിയ ഒരു ആന്തരിക സത്തയെ പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ആ ഒരു ദൗത്യം ധീരമായി ഏറ്റെടുത്തിട്ട് വളരെ
ലളിതമായിട്ട് സാധാരണക്കാരുടെ ഭാഷയിൽ അതിന് ഒരു വിവക്ഷ നൽകി അവതരിപ്പിക്കാനുള്ള ഈ ഗ്രന്ഥകർത്താവിൻ്റെ ശ്രമത്തെ തീർച്ചയായിട്ടും ഞാൻ വളരെ വലിയ ഒരു അറ്റംപ്റ്റായിട്ടാണ് കാണുന്നത്. അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ശ്രമത്തെയും ശ്ലാഘനീയമായി തന്നെ കാണുന്നു. ഗ്രന്ഥകർത്താവിന് നമസ്കാരം, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അഭിനന്ദനങ്ങൾ. നന്ദി മാഡം. പുസ്തകം ഏറ്റുവാങ്ങിയ അശോകൻ നമ്മോട് സംസാരിക്കും. ആദരണീയനായ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ എം സത്യൻ, ഈ പുസ്തകം പ്രകാശിപ്പിച്ച ശ്രീമതി മിനി ആൻ്റണി IAS, ഈ വേദിയിൽ സന്നിഹിതരായ കവി നാലപ്പാടൻ പത്മനാഭൻ, ശ്രീമതി ഷൂജ K, ദീപ്തി KR, അമ്പിളി TK, നമ്മുടെ അധ്യക്ഷൻ ഈ പുസ്തകം സ്വീകരിച്ചതുകൊണ്ട് എന്നോട് 2 വാക്ക് പറയണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അബദ്ധം ഉണ്ടാവും എന്നത് മുൻകൂട്ടി കണ്ടിട്ട് ഞാനിതിൻ്റെ എഡിറ്ററോട് ഇങ്ങനെ പുസ്തകം പ്രകാശിപ്പിക്കുമ്പോൾ അതിനു മുമ്പ് പുസ്തകം തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എഡിറ്റർ ദീപ്തി പറഞ്ഞ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു പുസ്തകം തന്നു കഴിഞ്ഞാൽ പ്രകാശിപ്പിക്കുന്ന സമയത്ത് പിന്നൊരു പുസ്തകം കിട്ടും. അപ്പം നിങ്ങളത് തിരിച്ചു തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് 2 പുസ്തകം പോവും, അതുകൊണ്ട് അത് പറ്റില്ല, ഇവിടെ വെച്ചേ പുസ്തകം തരുള്ളൂ. അപ്പോൾ ബഹുമാനപ്പെട്ട ഡയറക്ടർ, എനിക്ക് ഒരു കാര്യം താങ്കളോട് ഉറപ്പായും പറയാൻ കഴിയും. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സർക്കാർ ഗ്രാൻറ്റ് കിട്ടിയില്ലെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ലാഭകരമായി പ്രവർത്തിക്കും. കാരണം അതിസൂക്ഷ്മതയുള്ള എഡിറ്റർമാരുണ്ട്, അവരൊരു പുസ്തകം പോലും വെറുതെ കളയില്ല. അതുകൊണ്ട് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ്. എന്നാലും അതിലൊരു കാര്യമുണ്ട്. കാരണം ശരിയാണ്, ചിലപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സ്ഥാപനങ്ങളിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്ന എഡിറ്റർമാർ വളരെ സൂക്ഷ്മത പുലർത്തുന്നുണ്ട് എന്ന് ഈ പുസ്തകം മറിച്ചു നോക്കിയപ്പോൾ എനിക്ക് ബോധ്യമായി. സാധാരണഗതിയിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ടൊരു പരാതിയായി വന്നിരുന്നത് പലപ്പോഴും ഒരുപാട് അക്ഷരത്തെറ്റുകളും അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു കോപ്പി എഡിറ്റിങ് പലപ്പോഴും നടക്കുന്നില്ല എന്ന പരാതികളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ ഡയറക്ടറുടെ വരവോടുകൂടി ആ പരാതിക്ക് വലിയൊരളവോളം ശമനമുണ്ടായിട്ടുണ്ട് എന്നത് വലിയ കാര്യമാണ്. കാരണം അതിസൂക്ഷ്മമായിട്ട് എഡിറ്റർമാർ തങ്ങളുടെ ഈ മാനുസ്ക്രിപ്റ്റിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൂഫ് റീഡർമാരും നന്നായി ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്ഷരത്തെറ്റുകൾ കുറഞ്ഞ പുസ്തകം ഇറക്കുന്ന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഈ പ്ലാറ്റോയുടെ ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ഞാനിങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹം ജനിച്ചത് 427 എന്നും മരിച്ചത് ഏതാണ്ട് 347 എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിക്കിപീഡിയ നോക്കിയപ്പോൾ അതിനകത്തും ഏറെക്കുറെ ഇതേപോലെ തന്നെയാണ്. 428 27 ജനിച്ചു, 448 അല്ലെങ്കിൽ 424 മരിച്ചു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ജീവചരിത്രപരമായ ഒരു ആക്യുറേറ്റ്നെസ് നമുക്കില്ല, അതിന് കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല എന്നതാണ്. ഏതായാലും 100 വർഷത്തോളധികം അദ്ദേഹം ജീവിച്ചതായിട്ട് നമ്മൾ ഈ കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ പ്ലാറ്റോ എന്ന് പറയുന്ന തത്വചിന്തയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും ആഴത്തിൽ തത്വചിന്തയുടെ ചരിത്രത്തിൽ പഠിക്കപ്പെടുന്ന ചിന്തകൻ ആരെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പ്ലാറ്റോ മാത്രമാണ്. പ്ലാറ്റോയെക്കുറിച്ച് പഠിക്കാതെ പാശ്ചാത്യ തത്വചിന്തകയിൽ ഒരു തത്വചിന്തകനും മുന്നോട്ട് പോയിട്ടില്ല. അത് ഏറ്റവും ഉത്തരാധുനിക തത്വചിന്തകരായിട്ടുള്ള ഴാക്ക് ദെറിദയായാലും അതുപോലെ ഫുക്കോയായാലും അതുപോലുള്ള മറ്റെല്ലാ തത്വചിന്തകരും പ്ലാറ്റോയെക്കുറിച്ചുള്ള പഠനം പ്രത്യേകം നടത്തുന്നതാണ്. കഴിഞ്ഞ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിന് ശേഷം പിന്നീട് പാശ്ചാത്യ തത്വചിന്തയുടെ വളർച്ചയിൽ പ്ലാറ്റോയിൽ നിന്നുള്ള ഒരു മുന്നോട്ട് പോക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ പ്ലാറ്റോയിലൂടെ നമ്മൾ കാണുന്നത് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന തത്വചിന്തകനാണ്.
ഈ അരിസ്റ്റോട്ടലിനെ പ്ലാറ്റോ എങ്ങനെ വായിച്ചു എന്നതാണ് റിപ്പബ്ലിക് മുതൽ ഇങ്ങോട്ട് നമ്മൾ കണ്ടുവരുന്നത്. അത് യഥാർത്ഥത്തിലുള്ള സോക്രട്ടീസിൻ്റെ ആശയങ്ങൾ തന്നെയായിരുന്നോ ഈ പ്ലാറ്റോ തൻ്റെ കൃതികളിലൂടെ പ്രതിപാദിച്ചത്, അതോ ആ ആശയങ്ങളെ തനിക്ക് ഉപയുക്തമായ രീതിയിൽ കുറേയൊക്കെ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചൊന്നും നമുക്ക് കൃത്യമായ ഒരു വിവരവുമില്ല. കാരണം സോക്രട്ടീസ് തൻ്റെ ജീവിതകാലത്ത് എഴുത്തിൽ ഒട്ടും താല്പര്യം പുലർത്തിയിരുന്ന വ്യക്തിയല്ല. അദ്ദേഹം എഴുതിയിരുന്നില്ല. പകരം അദ്ദേഹം സംസാരിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. സംവാദമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചിന്തയുടെ അന്വേഷണ രീതി. അതുകൊണ്ടാണ് അതിനെ ഡയലക്റ്റിക്സ് എന്ന് നമ്മൾ പറയുന്നത്. ഡയലക്റ്റിക്സ് എന്ന് പറയുമ്പോൾ സംവാദാത്മകം എന്നാണ്. വൈരുദ്ധ്യാധിഷ്ഠിതം എന്ന വേറൊരു മീനിങ് മാർക്സിസവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്ലാറ്റോണിക് തത്വചിന്തകിൽ ഈ ഡയലക്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സംവാദാത്മകം എന്ന് മാത്രമാണ് അർത്ഥം. അപ്പോൾ ഈ ഒരു ചോദ്യം ചോദിക്കുകയും അതിനുത്തരം തൻ്റെ എതിരാളിയിൽ നിന്ന് നേടുകയും വീണ്ടും ചോദ്യങ്ങളിലൂടെ അങ്ങനെ സംവാദ രൂപത്തിൽ നീതിയുടെ, ധർമ്മത്തിൻ്റെ, അധികാരത്തിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ തൻ്റെ കാലത്തെ പ്രശ്നങ്ങൾ, തൻ്റെ ജീവിതകാലത്തെ, തൻ്റെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം അനുയോജ്യമായ പരിഹാരങ്ങളിൽ എത്തിച്ചേരുക, അല്ലെങ്കിൽ ഏറ്റവും ശരിയായ പരിഹാരങ്ങളിൽ എത്തിച്ചേരുക എന്നതാണ് സോക്രട്ടീസ് അവലംബിച്ച രീതി. ഈ കൃതിയുടെ കർത്താവായ VP പുരുഷോത്തമൻ, അദ്ദേഹം ആലപ്പുഴക്കാരനാണ്. പ്രകാശിപ്പിച്ച മിനി മാഡം ആലപ്പുഴക്കാരിയാണ്, ഞാനും ആലപ്പുഴക്കാരനാണ്, സ്വീകരിച്ച വ്യക്തി. അതിൽ VP പുരുഷോത്തമനെക്കുറിച്ച് എനിക്ക് വളരെ അടുത്തറിയാവുന്ന, എൻ്റെ വീടിനടുത്തുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം പ്ലാറ്റോയുടെ റിപ്പബ്ലിക് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, നിയമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്ലാറ്റോയുടെ മുഴുവൻ കൃതികളും അദ്ദേഹം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമ്പൂർണ്ണ കൃതികൾ നമ്മുടെ NBS ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. തൻ്റെ ജീവിതകാലത്ത് ഒരുപക്ഷെ ഈ ട്രഷറിയിലെ ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഒരു തപസ്യ പോലെ അദ്ദേഹം ഏറ്റെടുത്തൊരു കർത്തവ്യം പ്ലാറ്റോ എന്ന തത്വചിന്തകനെ മലയാളത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. ഏതാണ്ട് മുഴുവൻ കൃതികളും അദ്ദേഹം മലയാളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വലിയൊരു സംഭാവനയാണ്. മലയാളത്തിലെ ദാർശനിക വിചാരങ്ങൾക്ക് കൂടുതൽ ആഴവും പരപ്പും നൽകാനായി അദ്ദേഹത്തിൻ്റെ ഈ തർജ്ജമയിലൂടെ അദ്ദേഹത്തിന് വലിയൊരു സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഗ്രന്ഥകർത്താവായ VP പുരുഷോത്തമനെ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തെ ഞാൻ സ്മരിക്കുകയും ഇത്തരമൊരു കൃതി മലയാളത്തിന് പ്ലാറ്റോയുടെ ദർശനങ്ങളെക്കുറിച്ചുള്ള സംക്ഷിപ്തമായ എന്നാൽ സമഗ്രമായ ഒരു പുസ്തകം മലയാളത്തിന് സമ്മാനിച്ചതിൽ അദ്ദേഹത്തോട് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി അവശേഷിക്കുന്നത് 6 മിനിറ്റാണ്. ഒന്നും കൂടുതലായിട്ട് പറയുന്നില്ല. ആശംസ ഒറ്റവാക്കിൽ ഒതുക്കാൻ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നാലപ്പാടം പത്മനാഭനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്ലാറ്റോ ഒരു പഠനം എന്ന് കേൾക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും നമ്മുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുള്ള ഡോക്ടർ സത്യനും തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജിൽ പ്ലാറ്റോയെക്കുറിച്ച് ഒരുമിച്ച് പഠിച്ചതാണ്, PG ഒരുമിച്ച് പഠിച്ചതാണ് ഓർമ്മ വരുന്നത്. ഈ പുസ്തകം ശരിക്കും നമ്മുടെ ഒറ്റൊരു വാക്ക് മാത്രം ഞാൻ പറയും, റിപ്പബ്ലിക് എന്നൊരു പദം പ്ലാറ്റോ ഉണ്ടാക്കിയ ഒരു ശീർഷകമാണ്. അത് എത്രമാത്രം നമ്മുടെ ചരിത്രത്തെ സ്വാധീനിച്ചിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാം. അപ്പോൾ തത്വചിന്തകന്മാർ മഹത്തായ ആശയങ്ങൾ സൃഷ്ടിക്കുന്നു, അത് പുസ്തകം വായിക്കുന്ന ഭരണാധികാരികൾ അത് നടപ്പിൽ വരുത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഷൂജ കെ സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ യാദൃച്ഛികമായിട്ടാണ് ഈ വേദിയിലേക്ക് എത്തപ്പെട്ടത്. കാരണം ഞങ്ങളുടെ സംഘടനക്കാർ സാധാരണയായിട്ട് നമ്മുടെ 4 വേദികളുണ്ട്. അപ്പോൾ ഈ 4 വേദികളിലും ജീവനക്കാരെ അല്ലെങ്കിൽ ഇവിടെ വരുന്നവരെയൊക്കെ എത്തിക്കുക എന്നുള്ള ദൗത്യം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു പരിപാടിയിൽ ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്, എന്താണ് 4ാമത്തെ വേദിയിൽ വരണമെന്നാണ് ഞാൻ കേട്ടത്. ഞാൻ ഓടി വരുമ്പോഴാണ് ഇങ്ങനെ ഒരു അതും KS എന്ന് പറയുമ്പോൾ ഞാൻ K ഷൂജയാണ്. അപ്പോൾ ഒരു സംശയം വന്നു. എന്തായാലും ശരി, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ ഒരു ആശംസയ്ക്ക് വേണ്ടി ഒരു വേദി തന്നതിന് വളരെയധികം സന്തോഷവും നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ഈ പുസ്തകത്തിൻ്റെ രചയിതാവും എൻ്റെ സംഘാടകർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
നമ്മൾ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ അക്ഷരത്തെറ്റില്ലാതെ പുസ്തകം ഇറക്കുന്നു എന്ന് പുറത്തു നിന്നല്ല അകത്തു നിന്നുള്ള ഒരാളിൽ നിന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പറഞ്ഞതിലുള്ള വലിയ സന്തോഷമുണ്ട്. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം ഒരു എഡിറ്റർ മാത്രമല്ല ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. എഡിറ്റർ കൃത്യമായിട്ട് എഡിറ്റ് ചെയ്താലും ഞങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതൊക്കെ ഫൈനലായിട്ട് പോകുന്നതിന് മുമ്പ് നൽകുകയും എല്ലാ എഡിറ്റർമാരും അതൊന്ന് പരിശോധിക്കുകയും പ്രൂഫിലുള്ള ആളുകൾ പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നൊരു രീതി കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പരമാവധി അക്ഷരത്തെറ്റില്ലാതെയൊക്കെ പുസ്തകം ഇറക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഒരു പുസ്തകത്തോട് നമ്മൾ കാണിക്കേണ്ടുന്ന മര്യാദയാണത് എന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നു. എഴുത്തുകാരനോട് നീതി പുലർത്തുക എന്നുള്ളതും തീർച്ചയായിട്ടും അത്തരത്തിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ പുസ്തകം ഒരുപക്ഷെ നാലപ്പാടം പറഞ്ഞപ്പോഴാണ് അത് ആലോചിച്ചത്. നമ്മുടെ സാഹിത്യ വിദ്യാർത്ഥികൾക്കൊക്കെ ഒഴിച്ചുകൂടാനാവാത്തൊരു പുസ്തകം തന്നെയാണ്. നമ്മൾ പാശ്ചാത്യ തത്വചിന്തയും പൗരസ്ത്യ തത്വചിന്തയും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇത്തരം പുസ്തകങ്ങൾ ഇറക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്, പല പുസ്തകങ്ങളും ഗവേഷകർ വരികയും ചെയ്തിട്ട് ലെക്കാൻ എന്നും ഫൂക്കോ എന്നും ഒക്കെ പറയുന്നല്ലാതെ യഥാർത്ഥത്തിൽ അവരുടെ ഒന്നും പുസ്തകം മലയാളത്തിൽ ലഭ്യമല്ല. അപ്പം അടുത്ത ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത് അത്തരം പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇറക്കണം എന്നുള്ളതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, 2 മിനിറ്റ് കൂടിയാണുള്ളത്. നന്ദി പ്രകാശിപ്പിക്കുന്നത് അമ്പിളിയാണ്. അമ്പിളിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ വൈജ്ഞാനിക പഠന മേഖലയെ പരിപോഷിപ്പിക്കുന്നതിൽ വളരെ വലിയ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണല്ലോ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൻ്റെ ഏറ്റവും പുതിയ പുസ്തകങ്ങളിലൊന്നാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന പ്ലാറ്റോ ഒരു പഠനം. ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നവർക്ക് എല്ലാവർക്കും, ഈ ചടങ്ങിൽ എത്തിയിരിക്കുന്നവർക്ക് നന്ദി പറയുക എന്നുള്ളതാണ്. ആദ്യമായി ഈ പുസ്തക പ്രകാശനം നടത്തിയിരിക്കുന്ന സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി മിനി ആൻ്റണി IAS മാഡത്തിനെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിലുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായിരുന്ന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ സത്യൻ മാഷിന് ഔദ്യോഗിക പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ പുസ്തകം ഏറ്റുവാങ്ങിയ കവിയും എഴുത്തുകാരനുമായിരിക്കുന്ന C. അശോകൻ സാറിനെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിലുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. അടുത്തായി ഈ ഗ്രന്ഥകാരനായിരിക്കുന്ന VP പുരുഷോത്തമൻ സാറിനെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. അടുത്തായി ഇവിടെ ആശംസ അറിയിച്ച് സംസാരിച്ച നാലപ്പാട്ട് പത്മനാഭൻ സാറിനും ഷൂജ KS മാഡത്തിനും ഇന്ന് ഈ ചടങ്ങിലൂടെ പങ്കെടുത്ത എല്ലാവർക്കും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിലുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു.